കുവൈറ്റ് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഇന്നും 3 പേരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കും. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച ചെങ്ങന്നൂർ പാണ്ടനാട് സ്വദേശി മാത്യു തോമസിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഉച്ചയ്ക്ക് 2-ന് വൻമഴി യോർദാൻപുരം മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാവിലെ മാത്യു തോമസിന്റെ വീട് സന്ദർശിക്കും. ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നോ? എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? അരുൺ, ഉച്ചയ്ക്ക് 2 മണിക്കാണ് വൻമഴി യോർദാൻപുരം മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കബറടക്കം സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മൃതദേഹം ഇന്നലെ രാത്രിയോടെ തന്നെ അദ്ദേഹത്തിന്റെ വീടായ ഈ മണക്കക്കണ്ടത്തിൽ എത്തിച്ചിരുന്നു. ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകളാണ് ഇവിടെ നടക്കുന്നത്. ഓർത്തഡോക്സ് സഭയുടെ പുരോഹിതരടക്കം ഉള്ള ആളുകൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി ആളുകൾ മാത്യു തോമസിന് ആദരാഞ്ജലി അർപ്പിക്കാനും അവസാനമായി ഒരു തുക കാണാനുമായി എത്തുന്നുണ്ട്. ഇവിടെ രാവിലെ മുതൽ ഈ പ്രാർത്ഥനാ ചടങ്ങുകളാണ് നടക്കുന്നത്. നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. നേരത്തെ കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഇവിടേക്ക് 9 മണിയോടെ എത്തുമെന്ന് അറിയിച്ചിരുന്നു. അദ്ദേഹം തിരുവല്ലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിപാടിക്ക് ശേഷം അദ്ദേഹം ഈ വീട്ടിലേക്ക് എത്തി ആദരാഞ്ജലി അർപ്പിക്കും. പത്തനംതിട്ട ജില്ലയിലും ഈ കുവൈത്ത് മങ്കാഫിലുണ്ടായ തീപിടുത്ത മരിച്ചവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അവിടങ്ങളിലും മന്ത്രി സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഇതുവരെയും ജോർജ് കുര്യൻ ഇവിടേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷകളും മറ്റും വീട്ടിൽ നടക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി അടക്കം നിരവധി പ്രമുഖർ രാവിലെ തന്നെ ഈ മൃതദേഹത്തിൽ ആദരാഞ്ജലി അർപ്പിക്കാനായി ഈ വീട്ടിൽ മണക്കക്കണ്ടൽ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് വൻമഴി മാർ ഗ്രിഗോറിയോസ് ദേവാലയത്തിൽ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ് ഈ മാത്യു തോമസിന്റെ മൃതദേഹം തിരുവല്ലയിൽ എത്തിച്ചത്. ഇവിടെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവന്ന് ശുശ്രൂഷകൾ ആരംഭിച്ചിരിക്കുകയാണ്. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും മായുന്നില്ല. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാവിലെ മാത്യു തോമസിന്റെ വീട് സന്ദർശിക്കും. അല്പസമയത്തിനകം അദ്ദേഹം അവിടേക്ക് എത്തിച്ചേരും. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ മാത്യു തോമസിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക.